കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ BCA എന്നീ 2 കോഴ്സുകൾക്കായി ഫൈനൽ ഇയർ കുട്ടികൾക്ക് വേണ്ടി ഒരു പേപ്പറാണ് വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP എന്ന് പറഞ്ഞ പേപ്പർ. ആ പേപ്പറിലെ ബേസിക്കായ കാര്യങ്ങളും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 മൊഡ്യൂൾസാണ് ഈ ഒരു പേപ്പറിൽ യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായ, ആർക്കും പഠിക്കാൻ, സ്വന്തമായി ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജാണ് PHP. ഒരു വെബ് പേജ്, ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിലബസിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ ബേസിക്കായ കുറച്ച് കൺസെപ്റ്റുകളാണ് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം ഒരു വെബ്സൈറ്റ് എന്നാണ് സെക്കൻഡ് മൊഡ്യൂളുള്ളത്. തേർഡ് മൊഡ്യൂളിൽ വെബ് പേജ് എങ്ങനെ കണക്റ്റ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ കോഡിങ് എങ്ങനെയാണ് എന്നുള്ള PHPയുടെ ബേസിക് കൺസെപ്റ്റുകളാണ് തേർഡ് മൊഡ്യൂളുള്ളത്. ഫോർത്ത് മൊഡ്യൂളിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ PHP എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഫിഫ്ത്ത് മൊഡ്യൂളാകുന്നതോടുകൂടെ എങ്ങനെ ഒരു ബാക്ക് എൻഡ് ഡാറ്റാബേസ് കണക്ടിവിറ്റി എങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് എൻഡുമായി കണക്ട് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റുള്ള ഒരു 5 മൊഡ്യൂളുള്ള ഒരു ചട്ടക്കൂടിലാണ് യൂണിവേഴ്സിറ്റി ഈ ഒരു സിലബസ് തയ്യാറാക്കിയുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ 3 പാർട്ടാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 3 പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷനാണ്. ഒരു വെബ് പേജിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റ് എന്താണെന്ന് അറിയണം. ആ ഇൻ്റർനെറ്റിലെ ടോപ്പിക്കാണ് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ആ ഇൻ്റർനെറ്റിന് ശേഷം HTML വെബ് പേജിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ്, ആ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTMLൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. തേർഡ് പോർഷൻ എന്ന് പറയുന്നത് ആ ഒരു HTML കൺസെപ്റ്റിന് ശേഷം എങ്ങനെയാണ് അതിനെ അട്രാക്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒരു CSS കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നൊരു കൺസെപ്റ്റാണ് തേർഡ് പോർഷൻ. അങ്ങനെ 3 പോർഷൻസാക്കി തരംതിരിച്ചുള്ളത്. ദെൻ ഫസ്റ്റ് പോർഷനിൽ HTMLൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞത് ഇൻ്റർനെറ്റ് എന്ന പോർഷൻസാണ്. ആ ഇൻ്റർനെറ്റിലെ സാധാരണ യൂണിവേഴ്സിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഭാഗമാണ് എന്താണ് HTMLൻ്റെ ബ്രൗസർ, എന്താണ് വെബ് ബ്രൗസർ, എന്താണ് വെബ് സർവേഴ്സ്, എന്താണ് വെബ് സർവർ യൂസ് ചെയ്യാം. ദെൻ അതിനുശേഷം DNS എന്താണ്, വെബ് ഹോസ്റ്റിംഗ്, ഇതൊക്കെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തു നിന്നും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. വേറെ കൺസെപ്റ്റ് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇൻ്റർനെറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു കൺസെപ്റ്റുണ്ട്. ഡോക്യുമെൻറ്റ്സ്, ആ ഡോക്യുമെൻറ്റ്സ് 3 ടൈപ്സ് ഉണ്ട്, അത് ഓർത്ത് വെക്കണം. സ്റ്റാറ്റിക്, അതുപോലെ ഡൈനാമിക്, ആക്റ്റീവ്, 3 ടൈപ്പുള്ള ഡോക്യുമെൻറ്റ്സ്. ദെൻ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്നും അതുപോലെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഈ 2 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പിന്നീട് വരുന്നത്. ദെൻ HTMLൻ്റെ പോർഷനാണ് സെക്കൻഡ് ഭാഗമായിട്ട് വരുന്നത്. HTML എന്താണ്, HTML ഇതൊക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചതാണ്, ഹയർ സെക്കൻഡറി ലെവലൊക്കെ പഠിച്ചുള്ള കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ, ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രമാണ്. ഫോർമാറ്റിംഗ് ടാഗ്സ്, സാധാരണ ചോദിക്കാറുള്ള ഫോർമാറ്റിംഗ് ടാഗ്സ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അതുപോലെ സപ്പ്, പാരഗ്രാഫ്, BR, HR എന്നീ ടാഗുകളൊക്കെ കൂടിയിരുന്നാണ് നമുക്കൊരു ഫോർമാറ്റിംഗ് ടാഗ്സ്. നെക്സ്റ്റ് ബോഡി ടാഗ് ആട്രിബ്യൂട്ട് ചോദിക്കാറുണ്ട് സാധാരണ. ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ഏതൊക്കെ ഓർത്ത് വയ്ക്കണം. DG കളർ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ആക്റ്റീവ് ലിങ്കുകൾ, അതുപോലെ ടെക്സ്റ്റ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്, കോമൺ ആട്രിബ്യൂട്ടുകൾ ചോദിക്കാറുണ്ട്. ആ ആട്രിബ്യൂട്ടുകളാണ് അലൈൻ, അതുപോലെ BG കളർ, സൈസ്, ഇതൊക്കെ കോമൺ ആട്രിബ്യൂട്ടുകളാണ്. ഈ ആട്രിബ്യൂട്ട് ചോദിക്കാം. ഫോണ്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്, അതുപോലെ HR ടാഗിൻ്റെ ആട്രിബ്യൂട്ട്, ഇത് 2 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. ആങ്കർ ടാഗ് പറഞ്ഞ ടാഗാണ് പിന്നീട് വരുന്നത്. അത് യൂസ് ചെയ്യുന്നത് A എന്ന് പറഞ്ഞ ടാഗാണ്. ആങ്കർ ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ഓർത്ത് വയ്ക്കണം. ആങ്കർ ടാഗിന് യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ടാഗ് വരുന്നുണ്ട്. അത് ഇൻറ്റേർണൽ ടാഗ്, ഒന്ന് എക്സ്റ്റേണൽ ടാഗാണ്. ഇൻറ്റേർണൽ ടാഗ് എന്ന് പറഞ്ഞാൽ ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ ടാഗിന് ഹൈപ്പർ ലിങ്ക് എന്ന് പറയാറുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വരുന്നതാണ് ഹൈപ്പർ ലിങ്ക് വരാറുണ്ട്. ഹൈപ്പർ ലിങ്കിന് HREF എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ടാഗ് IMG ടാഗാണ്, ഇമേജിന് 2 ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. ആട്രിബ്യൂട്ടുകളാണ് SRC എന്ന് പറയുന്നതും അതുപോലെ ആൾട്ട് എന്നാണ്, ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടുകൾ. ശേഷം ലിസ്റ്റ്, ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ലിസ്റ്റുകളുണ്ട്. OL, അതുപോലെ UL, ദെൻ DL, ഡെഫിനിഷൻ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, അതുപോലെ ഓർഡർ ലിസ്റ്റ്, 3 ടൈപ്പ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകൾ പ്രത്യേകിച്ച് പറയുമ്പോൾ അതിൽ OL എന്ന് പറയുന്ന ടാഗിന് ആട്രിബ്യൂട്ട് ഓർത്ത് വയ്ക്കുക. ഓർഡർ ലിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ 2 ആട്രിബ്യൂട്ട് അത് പറയുന്നുണ്ട്. ഒന്ന് സ്റ്റാർട്ട്, അതിൻ്റെ ഓർഡർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ആണ് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്.
സെക്കൻഡ് ആട്രിബ്യൂട്ട് ടൈപ്പാണ്. ടൈപ്പിന് 5 വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എന്ന് പറയുന്നത് 1, അതുപോലെ സ്മോൾ ലെറ്ററിൽ എ, ക്യാപിറ്റൽ ലെറ്ററിൽ എ, റോമൻ ലെറ്റർ സ്മോൾ കേസ് അപ്പർ കേസ്, ഇങ്ങനെ 5 ലെറ്റേഴ്സാണ്, 5 ടൈപ്സ് ആണ് അത് പറഞ്ഞത് വാല്യൂസ്, അത് കൊടുത്ത് വയ്ക്കണം. ദെൻ UL ടാഗിന് ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടാണ്. ആ ടൈപ്പിൽ 3 വാല്യൂസ് ആണുള്ളത്, സ്ക്വയർ, സർക്കിൾ, അതുപോലെ ഡിസ്ക്, 3 നെക്സ്റ്റ് ടേബിൾ ടാഗ്, അതും ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളിൻ്റെ ഔട്ട്പുട്ട് കിട്ടാവുന്ന കോഡ് എഴുതാൻ പറയും. ആ ടേബിളിൽ സപ്പോർട്ടിംഗ് ടാഗ് വരുന്നുണ്ട് TR ടേബിൾ റോ, അതുപോലെ TH ടേബിൾ ഹെഡ്, TD ടേബിൾ ഡാറ്റ. ഇവിടെ ഈ 2 ടേബിളിൻ്റെ ഈ ഒരു സപ്പോർട്ടിംഗ് ടാഗ്സിനും TH TD ഈ 2 ടാഗിനും സെപ്പറേറ്റ് ആയിട്ട് ആട്രിബ്യൂട്ട്സുകളുണ്ട്. ഈ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് വെരിഫൈ നോക്കണം. അത് മെയിനായിട്ട് വരുന്നതാണ് കോൾ സ്പാനും റോ സ്പാനും. കോളം സ്പാൻ ചെയ്യുക, അതുപോലെ റോസ് സ്പാൻ ചെയ്യുക. അതിൻ്റെ വാല്യൂസ് 3 ആണോ 2 ആണോ എന്നൊക്കെ, എത്ര കോളംസാണ് സ്പാൻ ചെയ്യുന്നത് കൊടുത്ത് വയ്ക്കുക. സാധാരണ ചോദിക്കാറുള്ള ഭാഗമാണത്. ലാസ്റ്റ് അതിൽ വരുന്നൊരു ഭാഗമാണ് HTML ഫോംസ്, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോം. അതിന് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് ഉണ്ട്, ഇൻപുട്ട് ടാഗാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ടാഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സെലക്ട് എന്ന് പറഞ്ഞ യൂസ് ചെയ്യുന്ന ഒരു ടാഗ്, കോംബോ ബോക്സ് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ സെലക്ട് ബോക്സ് പറയാറുണ്ട്. അത് വരാനുള്ള, അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ, ഔട്ട്പുട്ട് കാണിക്കാനുള്ള ടാഗാണ് സെലക്ട് ടാഗ്. പിന്നീട് വരുന്നതാണ് ടെക്സ്റ്റ് ഏരിയ. ഇങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള 3 ടാഗ്സുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഫോംസ് വരുന്നതാണ്. ഇത്രയും ഭാഗമാണ് HTML ഭാഗം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് മൊഡ്യൂളിലെ 3ാമത്തെ ഒരു പോർഷൻ ഉണ്ട്, അത് CSS ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് CS എന്ന് കാണാറുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻ ഇൻ്റർനെറ്റ് അതുപോലെ ഈ ഒരു HTML എന്ന് പറഞ്ഞ പോർഷനിലാണ് കാണാറുള്ളത്. CSSൽ അതേ വരുന്ന നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എങ്ങനെ CS ഉപയോഗിച്ചിട്ട് അറേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതുപോലെ ഇമേജിൻ്റെ CSSൻ്റെ ഫോണ്ട്, അതുപോലെ CSS ലിസ്റ്റുകൾ, CSS ടാബിൾ. ദെൻ നെക്സ്റ്റ് വരുന്ന CSSൻ്റെ പൊസിഷനിങ്, 2-3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ പൊസിഷനിങ് എന്ന ഭാഗം. ദെൻ ഇമേജ്. ഇങ്ങനെ CSSുമായി ബന്ധപ്പെട്ട ഈ ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ സാധാരണ കാണാറുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് മൊഡ്യൂൾ ജാവാസ്ക്രിപ്റ്റ് എന്ന കൺസെപ്റ്റാണ്. സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ച കൺസെപ്റ്റുകളും കുറച്ച് ഭാഗങ്ങൾ എക്സ്ട്രാ ആയിട്ട് കൂടെ പഠിക്കുന്ന ഒരു ഭാഗമാണ് ജാവാസ്ക്രിപ്റ്റാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ കൺസെപ്റ്റ് ആണ് ജാവാസ്ക്രിപ്റ്റ് ഒരു ലാംഗ്വേജ് ആണ്, അത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് ഇവിടെ പറയും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണുള്ളത്. പിന്നെ അതിൽ കോമൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രൂപത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ കമൻറ്റ് ചെയ്യാം, അതുപോലെ ഡോക്യുമെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. മെത്തേഡ്സ് പറഞ്ഞത് 2 ടൈപ്പ് മെത്തേഡ് പ്രത്യേകം പറയുന്നത്, ഒന്ന് റൈറ്റും റൈറ്റ് അല്ലെന്നും ന്യൂ ലൈനിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളത്. അത് കൂട്ടത്തിൽ അത് വരുന്ന ഓപ്ഷനാണ് മെത്തേഡ്സ് ആണ്. അലർട്ട് എന്ന മെത്തേഡ്, കൺഫേം എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ്, 3ാമത്തെ മെത്തേഡ് പ്രോംപ്റ്റ് എന്ന മെത്തേഡ്. ഇതിൻ്റെ സിൻടാക്സ് ഓർത്ത് വയ്ക്കുക, അതുപോലെ അതിൻ്റെ ഒരു എക്സാമ്പിളും ഓർത്ത് വയ്ക്കുക. കഴിയുമെങ്കിൽ അതിൻ്റെ ഡയഗ്രാംസ് വരയ്ക്കാൻ നോക്കുക. ദെൻ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന പോലെ തന്നെ ഇതിലും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററിൻ്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് വരും. ദെൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് എൽസ്, അതുപോലെ നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, ഇതെല്ലാം വരുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ കൂടി വരാറുണ്ട്, സ്വിച്ച് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. 2 തവണ ചോദിച്ചിട്ടുണ്ട്, സ്വിച്ച് സിൻടാക്സ് ചോദിച്ചിട്ടുണ്ട്, സ്വിച്ചിൻ്റെ ജാവാസ്ക്രിപ്റ്റിൽ സിൻടാക്സ്. ദെൻ ലൂപ്സ് വരുന്നുണ്ട്, ലൂപ്സ് ഫോർ, ഡു വൈൽ, 3 ടൈപ്പ് ലൂപ്സുകൾ. ബ്രേക്ക്, കണ്ടിന്യൂ തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇവൻറ്റ്സ് ആണ്, ജാവാസ്ക്രിപ്റ്റ് ഇവൻറ്റ്സിൽ ഓൺ ബ്ലർ, ഓൺ ലോഡ്, ഓൺ അൺലോഡ്, ഓൺ ചേഞ്ച്, ഓൺ സബ്മിറ്റ് പറഞ്ഞ ഇവൻറ്റ്സ് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇവൻറ്റ്സുകൾ കൊടുക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ PHP. നമ്മൾ ബേസിക് കൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ച കൺസെപ്റ്റുകളെല്ലാം ഇപ്പോൾ ഫസ്റ്റ് 2 മൊഡ്യൂളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. തേർഡ് മൊഡ്യൂളിലാണ് PHPൻ്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ മാത്രമാണ് PHP വരുന്നത്. എന്താണ് PHP നേരത്തെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിലെ കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. PHP എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് ആയിരുന്നത്. ഇവിടെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് PHP. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് 2 പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി ക്ലയൻറ്റ് സൈഡ് പറഞ്ഞു. തേർഡ് മൊഡ്യൂളിൽ PHPയുടെ എന്താണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് തേർഡ് മൊഡ്യൂളിൽ PHPൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. അവിടെ വരുന്ന കൺസെപ്റ്റ് സർവർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് സർവർ എന്താണെന്ന് പറയണം. വെബ് സർവർ ഓർത്തിരിക്കണം. വെബ് സർവറിൻ്റെ റോൾസ് എന്താണ് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുക. PHP യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് എക്കോ എന്ന് പറഞ്ഞ കീവേഡ്. ഈ എക്കോ
ആക്ച്വലി കീവേഡാണ്, അതുപോലെ യൂസ് ചെയ്യുന്ന കീവേഡാണ് പ്രിന്റ് കീവേഡ്. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നാണ് ചോദിക്കാറുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ, എക്കോയും അതുപോലെ പ്രിന്റും. ഓപ്പറേറ്റേഴ്സ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് PHP തുറന്നതോടുകൂടെ PHP സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന കൂട്ടത്തിൽ ഈ PHPന്റെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. ആ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റർ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം, ആ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഈ PHPയിലും കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. ബേസിക് സിൻടാക്സ് എന്നാണ് പറഞ്ഞത്, സിൻടാക്സ് മാത്രം മാറുള്ളൂ, അതിൻ്റെ എൻവയോൺമെന്റ് കറക്റ്റ് ആയിരിക്കും. ദെൻ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഇഫ് എൽസ്, എൽസ് ഇഫ്, സ്വിച്ച് കേസിലെല്ലാം വരുന്നതാണ് ഈ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പ് വരുന്നുണ്ട്, ലൂപ്പ് ഫോർ ലൂപ്പ്, അതുപോലെ വൈല്, ഡു വൈല്. ഫോർ ഈച്ച് എന്ന ലൂപ്പ് വരുന്നുണ്ട്, അത് അറേയുടെ കൺസെപ്റ്റാണ്, അത് നെക്സ്റ്റ് മൊഡ്യൂളിൽ അറേൻ്റെ കൺസെപ്റ്റിലാണ് ഫോർ ഈച്ച് കൺസെപ്റ്റ് വരുന്നത്. ബ്രേക്ക്, അതുപോലെ കണ്ടിന്യൂ, അത് തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ PHP ഫങ്ഷൻസ്, PHPന്റെ ബേസിക് ഫങ്ഷൻസ് ഉണ്ട്, കുറച്ച് ഫങ്ഷൻസ് ആ PHPയിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ, PHPയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഇൻക്ലൂഡ്, അതുപോലെ എക്കോ ഒരു ഫംഗ്ഷനാണ്, പ്രിന്റ് ഒരു ഫംഗ്ഷനാണ്, അങ്ങനെയുള്ള സെപ്പറേറ്റ് PHPയിൽ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അത് PHPയുടെ ഫംഗ്ഷനാണ്. ഓക്കെ, ഫോർത്ത് മൊഡ്യൂൾ വർക്കിംഗ് വിത്ത് PHPയുടെ അഡ്വാൻസ്ഡ് ലെവലാണ്. ബേസിക് കൺസെപ്റ്റും സ്ട്രക്ചറും അതുപോലെ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ശേഷം PHPയുടെ എങ്ങനെയാണ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റിൽ വരിക, ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് പാസിംഗ് വാല്യൂസ് ബിറ്റ്വീൻ പേജസ്. ആ കൺസെപ്റ്റിൽ രണ്ട് മെത്തേഡ് ഉപയോഗിക്കണം, ഒന്ന് ഗെറ്റും വേറൊന്ന് പോസ്റ്റും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും, എന്തുകൊണ്ടാണ് പോസ്റ്റ് അഡ്വാൻറ്റേജ് ആയ ഗെറ്റിനേക്കാളും ചോദിക്കാറുണ്ട്. ദെൻ അതിലാണ് അറേസ് വരുന്നുണ്ട്. നോർമൽ നമ്മൾ പഠിക്കുന്ന അറേ 3 ടൈപ്പ് വരുന്നുണ്ട്, ന്യൂമറിക് അറേ, അതുപോലെ അസോസിയേറ്റീവ് അറേ, മൂന്നാമത്തെ അറേ എന്ന് വരുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേ. 3 ടൈപ്പ് അറേസ് വരുന്നുണ്ട്. PHPയുടെ അഡ്വാൻസ്ഡ് ഫങ്ഷൻസ്, എല്ലാ ക്വസ്റ്റ്യനിലും പേപ്പറിലും കാണുന്ന ഒരു ഭാഗമാണ് PHPയുടെ അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് പറയുന്നത്. 3 ടൈപ്പ് ഫങ്ഷൻസ് ഉള്ളത്, ഒന്ന് ഹെഡറാണ്, വേറൊന്ന് സെഷൻ, വേറൊന്ന് കുക്കീസ്. 3 ടൈപ്പ്. ഹെഡറിൽ തന്നെ 5-6 ടൈപ്പ് വേരിയേഷൻസ് ഉണ്ട്, അതെല്ലാം നോക്കിയിട്ട് പോകണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം. ദെൻ PHPയുടെ കൂടെ വരുന്നതാണ് ഊപ്സ് കൺസെപ്റ്റ്. നമുക്കറിയാം, നമ്മുടെ C++ൽ ഒബ്ജക്റ്റ് കൺസെപ്റ്റാണ്, എല്ലാം പഠിക്കുന്ന പോലെ സെയിം ആണ്. ഇവിടെ ഒബ്ജക്റ്റ് കൺസെപ്റ്റ് അല്ല നമ്മൾ പഠിക്കുന്നത്, സിലബസ് PHP ആണ്, പക്ഷേ അതിൻ്റെ ഒരു പോർഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ വരുന്ന കൺസെപ്റ്റിലാണ് ഒബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ്, ക്ലാസ്, കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ, ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ 3-4 പോർഷൻസ് എന്ന ബേസിക് കൺസെപ്റ്റിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഈ ഒരു ഭാഗം. ഫിഫ്ത്ത് മൊഡ്യൂൾ PHPയുടെ ഡാറ്റാബേസ് കണക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. MySQL ആണ് നോർമൽ PHP ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കാരണം രണ്ടും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ MySQL അതുപോലെ PHP എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് MySQL കണക്ട് ചെയ്യാൻ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. MySQL ഡാറ്റാബേസ് ആയതുകൊണ്ട് തന്നെ SQL ബേസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫീച്ചർ ചോദിക്കാറുണ്ട് സാധാരണ. MySQLിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടോ, എന്തുകൊണ്ടാണ് MySQL യൂസ് ചെയ്യാൻ കാരണം, അതുപോലെ അതിൽ വരുന്നതാണ് കണക്ടിവിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി SQL കമൻസ്. സിലബസ് പ്രകാരം പറഞ്ഞുള്ളത് സെലക്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് 3 കമൻസേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയല്ല ചോദിക്കുക, സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് വർക്ക് ചെയ്യാനുള്ള ക്വറി ചോദിക്കും. അപ്പോൾ ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അപ്പോൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അറിയിരിക്കേണ്ടി വരും, സെലക്ട് അറിയേണ്ടി വരും, അപ്ഡേഷൻ, സെലക്ട് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. സാധാരണ DBMS യൂസ് ചെയ്യുന്ന ക്വറീസ് എല്ലാം ഓർത്ത് വയ്ക്കണം, കാരണം ആ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ദെൻ PHP ഫങ്ഷൻ ഫോർ MySQL ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം PHP ഫ്രണ്ട് എൻഡ് ആണ്, ബാക്ക് എൻഡ് MySQL, അത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി PHPയിൽ ഉപയോഗിക്കുന്ന MySQLിന് വേണ്ടിയുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസ് ഒരു 7 ഓപ്പറേഷൻസ് ഉണ്ട്, അത് എന്തായാലും ഓർത്ത് വയ്ക്കണം. അത് ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്, ആ ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കുക. ദെൻ ലാസ്റ്റ് ഭാഗത്തിൽ ഒരു അജാക്സ് പറയുന്നുണ്ട്. PHPൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ വരുന്ന ഒരു ഭാഗമാണ് അജാക്സ്. രണ്ടുണ്ടെങ്കിലാണ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അജാക്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അജാക്സ് ഒരു കൺസെപ്റ്റ് മാത്രം, ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അജാക്സ് വർക്ക് ചെയ്യാനുള്ള ഒരു ഡയഗ്രാം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് 5 മൊഡ്യൂൾസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. PHPൻ്റെ സിലബസ് പ്രകാരം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, അതുപോലെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഈ 2 ടോപ്പിക്ക് 3 മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ആ ടോപ്പിക്കിന് ഷുവർ ആയിരിക്കും. വേറൊരു കൺസെപ്റ്റ് വരുന്നത്
HTML, ജാവാസ്ക്രിപ്റ്റിൽ വരുന്നുണ്ട്, ലൂപ്സ് വരുന്നുണ്ട്, അതുപോലെ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം PHP വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. ആ രണ്ട് ഭാഗത്തും സിലബസ് ഉണ്ടായത് കൊണ്ട് ക്വസ്റ്റ്യൻ ഏതെന്നും പ്രതീക്ഷിക്കാം. ഓർത്ത് വെക്കേണ്ട കാര്യം, ഇതിലൊക്കെ സിൻടാക്സ് സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച C++, ജാവ, C#, അതുപോലെ VB.NET എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇത് പഠിക്കുന്നൊക്കെ സിൻടാക്സ് സെയിം ആയിരിക്കും. ആ എഴുതുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പോൾ PHP എഴുതുമ്പോൾ മുകളിൽ നമ്മൾ ടാഗ് കൊടുക്കും, ലെസ് ദാൻ (?) PHP, ലാസ്റ്റ് ക്ലോസ് ചെയ്യും (?), അതുപോലെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് പ്രോഗ്രാം എഴുതുക. പക്ഷേ സിയിലും അതുപോലെ ജാവയിൽ അങ്ങനെ ആയിരിക്കില്ല. ആ ഒരു കൺസെപ്റ്റ് HTML യൂസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് CS വർക്ക് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന അവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൺസെപ്റ്റ് മാത്രം മാറുണ്ടാവുള്ളൂ. സിൻടാക്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിക്കാതെ പോയത് ഈ കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം ഫോർ ലൂപ്പ് എല്ലാം കൺസെപ്റ്റിൽ വരുന്നുണ്ട്. അതുപോലെ HTML-ലും CSS-ലും ജാവാസ്ക്രിപ്റ്റിലും PHP-ലും 4 ലാംഗ്വേജിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് കമൻറ്റ് ചെയ്യുക, വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ കിട്ടാൻ നമുക്ക് എഴുതാൻ പറ്റണം. ആ രൂപത്തിലെ അറേഞ്ച്മെൻറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ PHP-ൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ മൊഡ്യൂൾസിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഓരോ മൊഡ്യൂളിനും സെപ്പറേറ്റ് ഇത്ര മാർക്കിന് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കാണാറില്ല. എല്ലാ ക്വസ്റ്റ്യനും പല രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരാറ്. ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പോൾ അതിൽ PHP-ൻ്റെ ഒരു പോർഷൻ, PHP എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ കൂടുതൽ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പറഞ്ഞ പ്രകാരം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ 1 വേർഡാണ്. പിന്നെ വരുന്ന 5 ക്വസ്റ്റ്യൻ അത് 1-2 സെൻറ്റൻസിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ്. തേർഡ് പോർഷൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, ബാക്കി 3 ക്വസ്റ്റ്യൻ ചോയ്സാണ്. ദെൻ essay ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ചോയ്സ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻ ചോയ്സാണ്, ബാക്കി 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ടോട്ടൽ 80 മാർക്കിനാണ് ഈ പേപ്പറിന് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോയ്സ് ഉണ്ടെങ്കിലും ആ ചോയ്സ് എഴുതാൻ ശ്രമിക്കുക. മാക്സിമം ചോയ്സ് ഉള്ള സമയം ഉണ്ടെങ്കിൽ ആ ചോയ്സും കൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ 1 വേർഡ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത് അബ്രിവിയേഷൻസ് ആണ്. സാധാരണ HTML, അതുപോലെ CSS, കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്, DHTML, അജാക്സ്, W3C, WWW, URL, അതുപോലെ DNS, HTTP, HREF, ഇതിങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്, അബ്രിവിയേഷൻസ് ചോദിക്കാറുണ്ട് 1 വേർഡായിട്ട്. അതുകൂടാതെ ഹൂ ഇൻവെൻറ്റർ WWW, വേൾഡ് വൈഡ് വെബിൻ്റെ ഫാദർ ആരാണ്, ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഓർത്ത് വയ്ക്കുക. അതുപോലെ സെപ്പറേറ്റ് പ്രയോറിറ്റി ആയിട്ടൊന്നുമില്ല, എല്ലാ മൊഡ്യൂളിലും കോമൺ ആയിട്ടാണ് ചോദിക്കാറ്. ഫസ്റ്റ് മൊഡ്യൂളിലെ പോർഷൻസ് കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് അതിന് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുക. PHP-ൻ്റെ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ PHP-ലും ഉണ്ടായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ളത്, ഈ പേപ്പറിൽ കോഡ് എക്സാമ്പിൾസ് എഴുതാൻ നോക്കുക. അധികം പ്രോഗ്രാം കോഡിനെ ആയതുകൊണ്ട് പ്രോഗ്രാം കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എഴുതുക, കഴിയുമെങ്കിൽ വളരെ ചെറിയ എക്സാമ്പിൾസ് എഴുതി വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് എക്സാമ്പിൾ പ്രോഗ്രാം കോഡ് ചോദിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ, പക്ഷെ നമ്മളത് എഴുതി വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പ്രോഗ്രാം എഴുതി വയ്ക്കുക. ആ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണ് നമുക്കറിയാം. നമ്മൾ കോഡ് എഴുതുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത്, ആ ഔട്ട്പുട്ട് അതൊന്ന് വരച്ച് വയ്ക്കുക. പെൻസിൽ കൊണ്ട് വരക്കുന്നില്ല, പെൻ കൊണ്ട് വരച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയില്ല ഇത് വരയ്ക്കണം അല്ലെങ്കിൽ എക്സാമ്പിൾ വേണമെന്ന് പറയില്ല, പക്ഷെ നമ്മളത് അതിൻ്റെ കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, യൂണിവേഴ്സിറ്റി ലെവലിൽ നമ്മുടെ ഒരു സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. ആ കമ്പനിയിൽ വെബ് ഡെവലപ്പർ എന്ന രൂപത്തിൽ നമുക്ക് പോസ്റ്റിൽ വർക്ക് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ സിലബസിൽ ഉണ്ട്. ഈ മുകളിൽ പറഞ്ഞ കൺസെപ്റ്റൊക്കെ ആലോചിച്ചിട്ട് എക്സാം നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് എഴുതുക. എല്ലാവിധ വിജയങ്ങളും നേരുന്നു.